Welcome to American Trucking Life. Welcome to American Trucking Life. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിലായി. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ ഞാൻ വന്നപ്പം നമ്മുടെ ഇന്ത്യൻസിൻ്റെ വർക്ക്ഷോപ്പാണ്, കാലിഫോർണിയയിലാണിത്. ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പ്. നെക്സ്റ്റ് അതിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എല്ലാം നമ്മുടെ ഇന്ത്യൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടാൽ ആരെങ്കിലും നമ്മുടെ ഡ്രൈവേഴ്സോ ഇവിടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകും, മറ്റുള്ളവർക്ക് ഒന്ന് അറിയാനുള്ള ഒരിതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരേക്കും കണ്ടതാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ ചുറ്റുപാടും, അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ വർക്കിൻ്റെ അടിസ്ഥാനവുമാണ്. എൻ്റെ ഏകദേശം വന്നിട്ട് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു, വണ്ടിയുടെ സർവീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ടാങ്ക് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ECM എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തൊരു പാർട്ടുണ്ട്, അതിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ടയറ്, നെക്സ്റ്റ് വന്ന് ബ്രേക്ക്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഡ്രൈവിൽ പോകുന്ന സമയത്ത് ലോങ് ഡ്രൈവ് ആകുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. റോഡ് സൈഡ് അസിസ്റ്റൻ്റൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ചാർജബിൾ ആയതുകൊണ്ടാണ് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാം എന്ന് കരുതിയത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ പരിസരത്ത് എനിക്ക് തോന്നുന്നു ഒരു നിയർ അബൌട്ട് ഒരു 500 ട്രക്സ് കിടപ്പുണ്ടാവും. അത്രമാത്രം വലിയൊരു വർക്ക്ഷോപ്പാണ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ ഇങ്ങനെ ഓരോന്ന് ഈ ഇരിക്കുന്നത് പഴയ കൂളൻറ്റിൻ്റെ ടാങ്കായിരുന്നു, പക്ഷെ അത് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഹുഡ് ഫ്രണ്ടിലോട്ടാണ് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്നത്. എൻജിൻ്റെയൊക്കെ കമ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത്. ഏകദേശം നല്ല സമയത്തോളം വന്നിട്ട് വണ്ടി റണ്ണിങ്ങിൽ നിന്നാൽ പോലും വന്നിട്ട് ഹീറ്റ് ആവുകയോ ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണത്താലാണ് ഇത്രമാത്രം അവർ സ്ട്രോങ് ആയിട്ട് ഈ ട്രക്കിൻ്റെ എഞ്ചിനും കാര്യങ്ങളും എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രക്ക്. ഞാൻ ജോലി ചെയ്യുന്നത് GRD ട്രാൻസ്പോർട്ട് ഇങ്ക് എന്ന് പറയുന്ന ഒരു പഞ്ചാബിയുടെ കമ്പനിയാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ.
ഓക്കെ, നമ്മുടെ ട്രക്ക് ഇപ്പം ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ 1-2 പാർട്സ് ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ പാർട്സ് ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ ചെക്ക് എഞ്ചിനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ഫോൾട്ടില്ല. കൂളൻ്റെ ടാങ്കിൻ്റെ അവിടുത്തെ ചെറിയ സെൻസറിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു പൈപ്പ് മാറാറുണ്ട്. ഇങ്ങനെ 1-2 മിസ്റ്റേക്കുകളുണ്ട്. അതിനെനിക്ക് തിരിച്ചു വരുമ്പോഴെപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെയ്യാം. അതുവരേക്കും വണ്ടിക്ക് ഓടുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഉറപ്പോടുകൂടി നമ്മളിവിടെ വന്ന് ഈ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വണക്കം. Thank you for watching.